السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إلا قينا. സ്റ്റേജിലും സദസ്സിലും ഓവിഷ്ടരായ ആദരണീയരായ രക്ഷിതാക്കളെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, പ്രിയങ്കരായ നാട്ടുകാരെ, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ ഹാജറുള്ള മഹത്തായ ഒരു ഇൽമിന്റെ മജ്ലിസിലാണ് നാം ഓരോരുത്തരും ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരത്തെ, കേൾവിയെ, കൂടിയിരുത്തത്തെ, ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംരംഭം സംഘടിപ്പിച്ചതിന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഒരുപക്ഷെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. അല്ലാഹുവിന്റെ രോഗത്തിന് ശിഫ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ശബ്ദത്തിന്റെ പരിസരങ്ങളിൽ നമുക്ക് ശ്രവിക്കുന്നവരിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ പല രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് നിന്നിലേക്ക് തിരിയുകയാണ്. നാഥാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാവിധ മാനസിക, ശാരീരിക, സാമ്പത്തിക വിഷമതകളെയും പരിഹരിക്കണേ തമ്പുരാൻ. മഹത്തായ
അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. അത് ഒരു വല്ലാത്ത രീതി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് മരിക്കുന്നത് വരെ ജീവിക്കുന്നവരാണ്. അയാൾ ആ മരണത്തോടുകൂടി കടന്നു പോകുന്നൊരു ലോകം. ആ ലോകം അയാൾക്ക് സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും സുഖത്തിന്റെയും ശാന്തിയുടെയും ആശ്വാസത്തിന്റേതുമാകണം. സത്യത്തിൽ അതാണ് സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് സുഖത്തിന്റെ കേദാരമാണ്. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലോകത്തിന്റെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, അല്ലാഹു പറയുന്നതായി, പടച്ചറബ് പറയുന്നതായി, അഅദത്തു ലിഇബാദിയസ് സ്വാലിഹീൻ, ഞാൻ എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തിക്കുക പോലും ഊഹിക്കുക പോലും ചെയ്യാനാകാത്തത് ഞാൻ എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് സ്വർഗരാജ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ശറഫാക്കപ്പെട്ട തിരുനാവിലൂടെ നമ്മളെ പഠിപ്പിച്ചു പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, നമുക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു മനുഷ്യനെ വഴി നയിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ അഹലകാര് സ്വർഗത്തിലേക്ക് കടന്നു വരികയാണ്. 25-ാമത്തെ അധ്യായം വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാനിന്റെ 75-ാമത്തെ വാചകത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതി തരികയാണ്. വയുലഖൗന ഫീഹാ ويلقون فيها تحية وسلاما, അഭിവാദ്യത്തോടും സമാധാന ആശംസയോടും കൂടി അവർ അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ്. സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരുടെ സ്വീകാര്യത അഭിവാദ്യത്തോടുകൂടി അല്ലാഹു അവരെ സ്വീകരിക്കുകയാ. സമാധാനത്തിന്റെ ആശംസയോടുകൂടി പടച്ചറപ്പ് സ്വർഗത്തിൽ അതിന്റെ അഹ്ലുകാരെ സ്വീകരിക്കുകയാണ്. എന്തൊരു അനുഗ്രഹമാണെന്നറിയുമോ? പടച്ചറപ്പിനെ സ്വർഗവാസികൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ അവർക്കുള്ള ഹൃദ്യമായ സ്വീകരണം അല്ലാഹുവിന്റെ കിതാബിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 44-ാമത്തെ വാചകം അങ്ങ് ഓതിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മധുരമനോഹരമായ ശറഫാക്കപ്പെട്ട ബർക്കത്തുള്ള തിരുനാവ് കൊണ്ട് ലോകരംഗ ഓതി കേൾപ്പിക്കുകയാ. തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം വഅഅദ്ദ ലഹും അജ്റൻ കരീമാ. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം സ്വർഗത്തിന്റെ അഹ്ലുകാര് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം യൗമ യൽഖൗനഹു സലാം, അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കും. വഅഅദ്ദ ലഹും അജ്റൻ കരീമാ, അവർക്കല്ലാഹു മാന്യമായ പ്രതിഫലവും ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ. എന്തൊരു അനുഭൂതിയെന്നറിയോ സ്വർഗത്തിൽ, എന്തൊരു ഹൃദ്യതയെന്നറിയോ സ്വർഗത്തിൽ, എന്തൊരു സുഖാന്നറിയോ സ്വർഗത്തിൽ. അല്ലാഹുവിന്റെ കിതാബ് നമ്മളോട് വീണ്ടും പഠിപ്പിക്കുകയാണ്. 36-ാമത്തെ അധ്യായം സൂറത്തു യാസീൻ 58-ാമത്തെ വാചകത്തിലൂടെ പടച്ചറബ് പറയാ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം സമാധാനം ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ സമാധാനം എന്നതായിരിക്കും കരുണാനിധിയായ
റഹീമായ റബ്ബിങ്കൽ നിന്ന് ആ സ്വർഗത്തിലെ അഹ്ലുകാർക്കുള്ള അഭിവാദ്യം, സ്വർഗത്തിലേക്ക് കടന്നു വരുന്നവരോട് മുഴുവനും അല്ലാഹു പറഞ്ഞു പോണത് സലാം, സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന വാചകമാണ്. സൂറത്ത് യാസീനിന്റെ 56-ാമത്തെ വാചകത്തിലൂടെ പടച്ച റബ്ബ് നമ്മളോട് പഠിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മധുര മനോഹരമായി നമ്മളത് ഓതി കേൾപ്പിക്കുകയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ഈമാനുള്ളവരെ, അല്ലയോ വിശ്വാസികളെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികൾ എല്ലാവരുമല്ല, സ്വർഗത്തിന്റെ യഥാർത്ഥ അഹ്ലുകാര് അവരനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തെ മാത്രമല്ല, ആ സ്വർഗത്തിനകത്ത് പ്രവേശിപ്പിക്കപ്പെടാൻ ഭാഗ്യമുള്ളവർ, അല്ലാഹു നമ്മൾ ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി, ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ പരമാനന്ദം ആ സ്വർഗത്തെ സംവിധാനിച്ച, ആ സ്വർഗത്തിനകത്ത് സുഖങ്ങളെ സംവിധാനിച്ച ആ പടച്ച റബ്ബിന്റെ തിരുമുഖം കാണല, അല്ലാഹുവിനെ നേർക്ക് നേരെ കാണല. അല്ലാഹു അക്ബർ. ഞാൻ ഈ പറയുന്നതില് സമസ്ത ജമാഅത്തെ ഇസ്ലാമി സൂഫി, ഇപ്പൊ സൂഫിയാണല്ലോ ചർച്ച, പഴച്ച സാധനമാണ് അത് മറ്റൊരു വിഷയം. ഷിയാക്കൾ പഴച്ചതാണ്, ഖാദിയാനികൾ പഴച്ചതാണ്. മുസ്ലിം സമൂഹത്തിലെ ഒരു സംഘടനയ്ക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആർക്കും ഈ വിഷയത്തിൽ തർക്കമില്ല. ചെറിയ മുഅ്തസിലിയ വിഭാഗത്തെ പോലുള്ള ആളുകൾ മാത്രമേ തർക്കിച്ചതായി കണ്ടിട്ടുള്ളൂ. അല്ലാഹുവിന്റെ തിരുമുഖം കാണലാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം. അതൊരു വലിയ സൗഭാഗ്യമാണ്. ആ പടച്ച റബ്ബിന്റെ തിരുമുഖം കാണൽ ഒത്തിരി വലിയ സൗഭാഗ്യമാണ്. ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന സുഖങ്ങൾ എത്രയാണെന്നറിയോ? മൂക്ക് പൊഴിയൂല, കാഷ്ടിക്കൂല, ചീത്ത പറയൂല, തെറി പറയൂല, നുണ പറയൂല, വൃത്തികേട് കാണിക്കൂല, ഒരു തമ്മാടിത്തങ്ങളും അവിടെയില്ല, ഒരാൾക്കും ഒരു പ്രശ്നവും അവിടെ ഇല്ല. നോക്കണേ, നിങ്ങൾ ഏറ്റവും വലിയ അനുഭൂതി, ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? 34-ാമത്തെ വയസ്സിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്, മഹാനായ സ്വഹാബി, വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയത്. ആ മുആദ് ഇബ്നു ജബൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വർഗ്ഗക്കാരന്റെ പ്രായം എത്രയാണെന്നറിയോ? സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ആണിന്റെ പ്രായം, സ്വർഗ്ഗത്തിൽ വസിക്കുന്ന പെണ്ണിന്റെ പ്രായം 34 വയസ്സാണ്. 34 വയസ്സാണ്. അല്ലാഹു അക്ബർ. എന്താ ചർച്ച ചെയ്യണത്? എന്തിനെ പറ്റി ചർച്ച ചെയ്യണത്? നോക്കിങ്ങള്, ഞാനും ഇവിടെ കുറച്ചും കൂടെ എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗമാണ്. ആ സ്വർഗത്ത് കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങള് എല്ലാവർക്കും ഒരു പ്രായം. ഒരു ഹദീസിൽ കാണാം 33 വയസ്സ്. പക്ഷേ വേറെ റിപ്പോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച അവസാനം 34. അല്ലാഹു അക്ബർ. എന്തൊരു രസമുള്ള പ്രായം, എന്തൊരു രസമുള്ള അനുഭവം. പക്ഷെ എല്ലാ രസങ്ങളെക്കാളും വലിയ രസം, എല്ലാ സുഖത്തെക്കാളും വലിയ സുഖം, എല്ലാ ആനന്ദത്തെക്കാളും വലിയ ആനന്ദം അവനവന്റെ ഉമ്മയോടൊത്ത്, വാപ്പയോടൊത്ത്, ഇണയോടൊത്ത്, മക്കളോടൊത്ത്, ഇണതുണകളോടൊത്ത് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലിന്റെ കൂടെ, നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ഉൾപ്പെടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിക്കുന്നവർ അതിലുപരിയായി അനുഭവിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്. ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ ആസ്വാദനം. ജീവിതത്തിലെ ഒത്തിരി വർഷങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ കഴിഞ്ഞു പോയപ്പോ നമ്മൾ ആഗ്രഹിച്ചത് സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ സുഖങ്ങളാണ്, ആ സ്വർഗത്തിലെ ആനന്ദങ്ങളാണ്. എന്നാ നിങ്ങളറിയോ, ആ സ്വർഗത്തിൽ ഒരു ഈമാനുള്ളവൻ, വിശ്വാസിയെ കാത്തിരിക്കുന്നത്, ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്നത്, ആ സ്വർഗത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന സുഖങ്ങൾ മാത്രമല്ല, ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയോ? മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്,
عن النبي صلى الله عليه وسلم قال നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഹബീബായ റസൂൽ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റഹ്മത്തുൽ ലിൽ ആലമീൻ നമ്മളോട് പറയാ. എന്താണ് പറയുന്നത് അറിയോ? ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത ഖാല യഖൂലു അല്ലാഹു തബാറക വ തആല തുരീദൂന ശൈഅൻ അസീദുകും. സ്വർഗത്തിന്റെ അഹ്ലുകാര് ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതനായ ഉന്നതനായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, തുരീദൂന ശൈഅൻ അസീദുകും. ഇനി നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരേണ്ടതുണ്ടോ? സ്വർഗ്ഗക്കാരെ ആ സ്വർഗത്തിന്റെ സുഖങ്ങൾ മുഴുവനും ആസ്വദിക്കുന്നവരോട് പടച്ച റബ്ബിന്റെ ചോദ്യമാണ്. അല്ലാഹുവേ, സ്വർഗ്ഗക്കാരുടെ മറുപടി എന്തറിയോ? ഫയഖൂലൂൻ. അപ്പൊ സ്വർഗ്ഗക്കാരെ മറുപടി പറയാ, അലം തുബയ്യിദ് വുജൂഹനാ അലം തുദ്ഖിൽനൽ ജന്നത വതുനജ്ജിനാ മിനന്നാർ. വല്ലാത്ത മറുപടിയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചല്ലയോ, നീ ഞങ്ങളെ നരകത്തെ തൊട്ട് കാത്തില്ലയോ. നോക്കണം നിങ്ങള്, ഞങ്ങളുടെ മുഖം പ്രശോഭിതമായല്ലോ. അലം തുബയ്യിദ് വുജൂഹന, ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശപൂരിതമാക്കിയല്ലോ. ഞങ്ങളെ നീ നരകത്തെ തൊട്ട് കാത്തല്ലോ, ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചല്ലോ. ഇനി എന്താ ഞങ്ങൾക്ക്? ഇനി ഇതിനേക്കാളും വലുത് ഞങ്ങൾക്ക് എന്തിനാ? ഇനി എന്താ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫയക്ഷിഫുൽ ഹിജാബ്. സ്വർഗത്തിൽ വസിക്കുന്ന ആളുകളുടെയും അല്ലാഹുവിനെയും ഇടയിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിന് തടസ്സമായൊരു മറയുണ്ട്. അല്ലാഹു ആ മറ അങ്ങോട്ട് നീക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അവസ്ഥ എന്താണെന്നറിയോ? ഫമാ ഉഖതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജൽ. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാചകമാണെന്നറിയോ? ആ മറയങ്ങോട്ട് നീക്കുമ്പോ അവര് പടച്ചറപ്പിനെ കാണുകയാണ്. ആ പടച്ചറപ്പിനെ കണ്ട നിമിഷമത്രയും, അവരല്ലാഹുവിനെ കാണുന്ന സമയമത്രയും ഈ സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന സുഖങ്ങളൊന്നും തന്നെ ഒരു സുഖങ്ങളെ അല്ലാത്തതുപോലെ അവർക്ക് തോന്നിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏറ്റവും വലിയ സുഖമേതാ? സ്വർഗമല്ല. ഏറ്റവും വലിയ സുഖമേതാ? സ്വർഗത്തിലെ ആനന്ദങ്ങളല്ല. ആ സ്വർഗത്തിലെ ഏതേത് ആസ്വാദനങ്ങൾ അനുഭവിക്കുന്നതിനിടയിലും പടച്ചറപ്പിനെ കാണാൻ, അല്ലാഹുവിന്റെ തിരുമുഖം ദർശിക്കാൻ ഒരു വിശ്വാസിക്ക് സ്വർഗത്തിലെ ഭാഗ്യം കിട്ടിയാൽ ആ അല്ലാഹുവിനെ കാണലാണ്, ആ പടച്ചറപ്പിനെ കാണലാണ് സ്വർഗത്തെക്കാളും വലിയ ആനന്ദമെന്ന് ലോകത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വിഷയം നമ്മൾ പഠിക്കേണ്ട വിഷയം. സ്വർഗമല്ല പ്രധാനം, സ്വർഗമല്ല ശ്രേഷ്ഠം, സ്വർഗത്തെക്കാൾ മഹത്തരം അല്ലാഹുവിനെ കാണലാണ്, പടച്ചവനെ കാണലാണ്. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമുക്കതിന് സഹായികമായി തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളതൊരു പഠന വിഷയവും കൂടിയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതൊരു വലിയ സബ്ജക്റ്റാണ്. അനുഭവിച്ചിട്ടില്ല, അള്ളാഹു അനുഭവിക്കാനുള്ള ഭാഗ്യം തരുന്നത്. ആ ലോകത്തെ വിശാലമായ ആഖിറത്തിൽ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ച ഏറ്റവും സുഖസുന്ദരമായ ഒരു അനുഭൂതിയാണ് പടച്ചോനെ നേർക്ക് നേരെ കാണാൻ. അപ്പൊ ശരിക്കും സ്വർഗത്തെക്കാളും ആനന്ദം, സ്വർഗത്തെക്കാളും ആനന്ദം, സ്വർഗത്തെക്കാളും മഹത്തരം, സ്വർഗത്തെക്കാളും അനുഭൂതി, സ്വർഗത്തെക്കാളും കൺകുളിർമ, സ്വർഗത്തെക്കാളും മനസ്സിന് സമാധാനം, സ്വർഗത്തെക്കാളും ആശ്വാസമായതെന്താ? ആ സ്വർഗത്തിൽ വെച്ചിട്ട് നമ്മുടെ നാഥനെ കാണല. ഏതാണ് നമ്മുടെ നാഥനെന്നറിയോ? ഏതാണ് നമ്മുടെ നാഥനെന്നറിയോ? ഏതൊരു റബ്ബിനെ മാത്രമാണോ മരിക്കുന്നത് വരെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയത്,
ഏതൊരു റബ്ബിനോട് മാത്രമാണോ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചു പോയത്, ഏതൊരു റബ്ബിന്റെ മുന്നിലാണോ സുജൂദിൽ വീണുപോയത്, ഏതൊരു റബ്ബിനോടാണോ ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞു പോയത്, ഏതൊരു റബ്ബാണോ സ്വകാര്യതയിൽ പോലും നമ്മൾ ഭയന്നു പോയത്, മുഴുവൻ അനുഗ്രഹങ്ങളും മുഴുവൻ നിഅമത്തുകളും മരണം വരെയും മരണാനന്തരവും നമുക്ക് ഏകിയത് ഏതൊരു റബ്ബാണോ ആ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ലോകമാണ്. തന്റെ അടിയാന്മാരുടെ പാപങ്ങളെ അഖിലവും പൊറുക്കുന്നവൻ ആരാണെന്ന് പഠിപ്പിക്കപ്പെട്ടു പോയത് ഏതൊരു റബ്ബാണോ ആ ഒരു റബ്ബിനെ കണ്ടുമുട്ടുന്ന ലോകമാണ്. ഈ സുഖത്തിന്റെ സ്വർഗത്തിലേക്ക് ഈമാനുള്ളവരെ നയിച്ചത് ഏതൊരു റബ്ബാണോ ആ സ്വർഗത്തിൽ അല്ലാഹനെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകിയത് ഏതൊരു റബ്ബാണോ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹുവേ നീ സഫലീകരിച്ചു തന്നല്ലോ നിന്നെ കാണാൻ. എന്റെ ജീവിതത്തിലെ ഏതേത് വേദനകളും ഏതേത് പ്രയാസങ്ങളും ഇല്ലായ്മകളും വല്ലായ്മകളും എന്റെ പ്രശ്നങ്ങൾ മുഴുവനും എന്റെ റബ്ബിന്റെ മുന്നിൽ കണ്ണ് നനഞ്ഞിട്ട് കരം പിടിച്ചിട്ട് ഹൃദയം പിടിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോ പരിഹരിച്ചു തന്നത് ഏതൊരു നാഥനാണോ ആ നാഥൻ. എന്റെ പൊന്നുമോക്ക് നല്ലൊരു പുതിയാപ്പിള തന്നത് ഏതൊരു റബ്ബാണോ ആ റബ്ബ്. എന്റെ പൊന്നുമോന് നല്ലൊരു ഇണയെ നൽകിയവൻ, എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിന് ബുദ്ധി നൽകിയവൻ, ജീവിതത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിയത് ഏതൊരു റബ്ബാണോ ആ റബ്ബിന്റെ തിരുമുഖത്തെ കാണലാണ് സർവസ്വത്തെക്കാളും ആനന്ദകരമായത്. അല്ലാഹു അക്ബർ കബീറ. ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം തരങ്ങൾ കാമുകിയെ കാണലല്ല, കാമുകനെ കാണലല്ല. ചില ചെറുപ്പക്കാര് ഇന്ന് പതാ വിചാരിച്ചു ഓന്റെ മൊബൈലുകൾ തുറന്നുവെച്ചാല് അപ്പുറത്തുണ്ട ഒരു ശബ്ദം, ഹറാമായ ശബ്ദം. ഓള മൊബൈൽ തുറന്നുവെച്ചാൽ അപ്പുറത്തുണ്ട ഒരു ശബ്ദം, ഹറാമായ ശബ്ദം, ഹറാമായ ദൃശ്യങ്ങൾ. അതിങ്ങനെ കാണാം പാതിരാത്രി 12 മണി വരെ, 1 മണി വരെ. ഈ സുഖല്ല, ഇതല്ല സുഖം, ഇത് നരകമാണ്. ഈ ശബ്ദം കേട്ടിട്ട് അടുത്ത സെക്കൻഡിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അയാൾ ഈ ഹക്ക് മനസ്സിലായിട്ട് മരിക്കണത് അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചെറുപ്പക്കാരെ, അഡോളസൻസുകാരെ, ടീനേജുകാരെ, കൗമാരക്കാരെ, സ്നേഹത്തോടെ എനിക്ക് പറയുന്നത് ഈ ഭ്രാന്തൊന്ന് അവസാനിപ്പിക്കും. ഇതൊന്നല്ല സുഖം. സ്വന്തം ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കുമ്പോ കിട്ടുന്ന സന്തോഷത്തെക്കാളും, സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കുമ്പോ കിട്ടുന്ന സന്തോഷത്തെക്കാളും, സ്വന്തം ഇണയുടെ മുഖത്ത് കിട്ടുന്ന സന്തോഷത്തെക്കാളും, ഏതൊരു ദുഃഖത്തിലും ഏതൊരു പ്രയാസത്തിലും തന്റെ കുഞ്ഞിന്റെ തിരുമുഖം കാണുമ്പോ കിട്ടുന്ന അനുഭൂതിയെക്കാളും ഈ ലോകത്തെ പടച്ച തമ്പുരാന്റെ തിരുമുഖം കാണുമ്പോ നമുക്ക് ലഭിക്കുന്നൊരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദമാണ് പരമാനന്ദം. ആ ആനന്ദമാണ് സർവത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ആനന്ദമാണ് ഏറ്റവും പ്രധാനമായത്. അതുകൊണ്ട് റബ്ബിനെ കാണലാണ് ഏറ്റവും പ്രധാനമായത്. അല്ലാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊന്നും എന്റെ വരികളല്ല, ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ആയത്തുകളാണ്. സ്വർഗത്തിൽ വെച്ച് പഠിച്ചവനെ കാണാന്നുള്ളതാണ് സ്വർഗത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അള്ളാന്റെ കിതാബിലേക്ക് ക്ഷണിക്കുകയാണ്, ഖുർആനിലേക്ക്. അള്ളാന്റെ കിതാബ് പറഞ്ഞ വാക്കന്തരങ്ങൾ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 26-ാമത്തെ വാചകത്തിൽ അല്ലാഹ് പറയാ, ഹദീസിൽ മാത്രമല്ല, ചില ആൾക്കാർക്ക് അത് ഹദീസല്ലേ ആയത്തൊന്നുമില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓൽക്കും കൂടി വേണ്ടി പറയാ. എന്താ ആയത്തറിയോ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. സുകൃതം ചെയ്തവർക്ക്, പുണ്യം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും അത് സ്വർഗമാണ്. വസിയാദ, വർധനവുമുണ്ട്. അത് റബ്ബിന്റെ തിരുമുഖം കാണലാണ്. അല്ലാഹുവിന്റെ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കുകയാണ്. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ്. എവിടെയാണ് ഓതുന്നതറിയോ? ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജൽ. ഏതൊരു സുഖത്തിന്റെ സ്വർഗമാണോ ആ സ്വർഗത്തിൽ വെച്ചിട്ട് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ആ സ്വർഗത്തെക്കാളും ആനന്ദമായി അല്ലാഹുവിന്റെ തിരുമുഖമാണ് അവർക്ക് തോന്നിപ്പോകുന്നത് എന്ന വിഷയം അങ്ങ് പറഞ്ഞിട്ട് നബി തിരുമേനി ആയത്ത് തെളിവ് പറയാ, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ.
10-ാം അധ്യായം സൂറത്ത് യൂനുസ് 26-ാമത്തെ വാചകം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞ നബിയുടെ ഹദീസിനെ തെളിവാക്കി, ദലീലാക്കി. അല്ലാഹു അക്ബർ. അപ്പൊ ആയത്തിലും നസ്സാണ്, ഹദീസിലും നസ്സാണ്. എന്ത്? അല്ലാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടും, നേർക്ക് നേരെ കണ്ടുമുട്ടും. അല്ലാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളുടെ വിശ്വാസം, അല്ലാഹുവിന്റെ കിതാബിലേക്ക് നമ്മൾ കടന്നുപോയാൽ ഒരുപാട് സ്ഥലത്ത് ഈ റബ്ബിനെ കണ്ടുമുട്ടുന്ന വിഷയത്തെ പറ്റി സൂചിപ്പിക്കുന്നത് കാണുക. വിശുദ്ധ ഖുർആൻ 50-ാമത്തെ അധ്യായം സൂറത്ത് ഖാഫിന്റെ 35-ാമത്തെ വാചകത്തിൽ കാണാം, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവർക്കവിടെ അഥവാ സ്വർഗത്തിൽ ഉദ്ദേശിക്കുന്നത് എന്തും ഉണ്ടായിരിക്കും. എന്തുദ്ദേശിച്ചാലും സ്വർഗത്തിൽ വെച്ചിട്ട് സ്വർഗത്തിന്റെ അഹ്ലുകാർ എന്തുദ്ദേശിച്ചാലും അതവർക്ക് അവിടെ ഉണ്ടായിരിക്കും. വലദൈനാ മസീദ്, നമ്മുടെ പക്കലാകട്ടെ കൂടുതലുമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു എന്നിവര് പറയുകയാ, പ്രതാപിയും ഉന്നതനുമായ അല്ലാഹുവിന്റെ തിരുമുഖത്തേക്കുള്ള നോട്ടമാകുന്നു വലദൈനാ മസീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നെന്ന് അവര് പറയുകയാ. ആയത്തിന്റെ തഫ്സീർ എന്താ? സ്വഹാബത്ത് എന്താ പഠിപ്പിച്ച ആയത്തിൽ? സ്വഹാബികൾ എന്താ ആയത്തൊന്ന് മനസ്സിലാക്കിയത്? അല്ലാഹനെ കാണും തന്നെ. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ സംഗതിയാണ്. അതാ ഞാൻ പറഞ്ഞ നസ്സാണെന്ന് പറയാൻ കാരണം ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞൊരു വിഷയമാണ് ആ കാര്യം. നോക്കൂ, നമ്മള് വിശുദ്ധ ഖുർആന്റെ 75-ാം അധ്യായം സൂറത്ത് ഖിയാമ, ആ സൂറത്ത് ഖിയാമയിലെ 23-24 വാചകങ്ങൾ വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വാചകം ചിലപ്പോൾ 1-2 വട്ടം റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ വാചകം ഹിഫ്ളാക്കാൻ പറ്റും. അല്ലാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദിനീസ്നേഹികളെ, പ്രിയങ്കരായ നാട്ടുകാരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മഹാനായ മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജാമിഉ തിർമിദിയിലും ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസ് സ്വഹീഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, إن أدنى أهل الجنة منزلة لمن لم ينظر إلى جنانه وأزواجه ونعيمه وخدمه مسيرة 1000 سنة صلى الله عليه وسلم. സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവർ സ്വർഗ്ഗത്തിന്റെ തോപ്പുകളും അവിടുത്തെ ഇണകളെയും മറ്റു സുഖസൗകര്യങ്ങളെയും പരിചാരകരെയും ഇരിപ്പിടങ്ങളെയും മറ്റും 1000 വർഷത്തെ വിദൂരത്ത് നിന്ന് വീക്ഷിക്കുന്നവരായിരിക്കും. 1000 വർഷത്തെ വിദൂരത, ഈ താഴെ നിന്ന് ലോകത്തിന്റെ ഉന്നതിയിലേക്ക് ഉപരിയിലേക്ക് 1000 വർഷത്തെ വിദൂരത. അല്ലാഹു ആലം. സ്വർഗ്ഗത്തിന്റെ വിശാലത കൃത്യമായി ഹദീസ് പഠിപ്പിക്കപ്പെടുകയാ. അതിന്റെ കൂടെ നബി തിരുമേനി പറയാ, വഅക്റമഹും അലല്ലാഹ്, അവരിൽ ഏറ്റവും ആദരണീയരാരാണെന്നറിയോ? വഅക്റമഹും അലല്ലാഹി മൻ യൻദുറു ഇലാ വജ്ഹിഹി ഉദ്വതൻ വഅശിയതൻ ثم قرأ رسول الله صلى الله عليه وسلم وجوه يومئذ ناظرة إلى ربها ناظرة صلى الله عليه وسلم. അവരിൽ ഏറ്റവും ആദരണീയരാരാണെന്നറിയുമോ? രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരായിരിക്കും. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിന്റെ വാചകം അങ്ങ് ഓതുകയാ, വജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതും ഇലാ റബ്ബിഹാ നാളിറ, അവയുടെ റബ്ബിന്റെ മുഖത്തേക്ക് ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്തൊരു ഗൗരവമുള്ള വാക്കാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. ഇത്ര ഹൃദ്യമാണത്. അള്ളാഹുവിനെ അങ്ങനെ കാണും രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൽ. രാവിലെയും വൈകുന്നേരം വിശ്വാസികൾ സ്വർഗത്തിൽ അള്ളാനെ കാണുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി. എന്നിട്ട് നബി സ്വന്തം വകയല്ലേ പറയുന്നത്, വഹയാണ്. പിന്നെ നബി രണ്ടാമത്തെ വഹി കൂടി ഉപയോഗിക്കുന്നു. രണ്ട് വഹിയാണതില്. ഒന്ന് ഖുർആനാകുന്ന വഹിയും രണ്ടാമത്തത് ഹദീസാകുന്ന വഹിയും. രണ്ട് വഹിയും കൂടി ഒരുമിക്കാണ് ഇവിടെ. ഡബിൾ ഇമ്പാക്റ്റ് ആണ്, എഫക്റ്റ് ആണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവിനെ കാണുക. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായതാണ്. ആ സ്വർഗത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ആനന്ദകരമായതാണ്. ഈ സംസാരത്തിനിടയിൽ ഞാൻ നിങ്ങളോട് സ്വകാര്യമായി ഒന്ന് പങ്കുവെക്കട്ടെ. എന്തിനാ ഇന്ന് ഇബാദത്ത് എടുത്തത്? സ്വർഗം കിട്ടാൻ. എന്തിനാണ് നന്മ ചെയ്യണത്? സ്വർഗം കിട്ടാൻ. എന്തിനാണ് ഇണതുണകളോട് നന്നായി പെരുമാറുന്നത്? സ്വർഗം കിട്ടാൻ. എന്തിനാണ് അമലുകൾ മുഴുവനും അനുഷ്ഠിച്ചു പോണത്? സ്വർഗം കിട്ടാൻ. എന്നാൽ